ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ലെന്ന് തെളിവ് സഹിതം കോൺഗ്രസ് പരാതി ഉന്നയിച്ചതോടുകൂടിയാണ് നടപടി. രാജീവ് ചന്ദ്രശേഖറിനെതിരെ യു.ഡി.എഫ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. പത്രിക തള്ളണമെന്ന് കെ.എസ്. ശബരീനാഥൻ പറഞ്ഞു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതാവസ്ഥ എങ്ങനെ തുടരുന്നു? പത്രിക തള്ളാനുള്ള സാധ്യതയുണ്ടോ? റിട്ടേണിംഗ് ഓഫീസറിന്റെ വിവേചനാധികാരമാണ് ഇക്കാര്യത്തിൽ. ഏതായാലും ജില്ലാ ലേബർ ഓഫീസറാണ് നിയമമണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ. ഇവിടെ യു.ഡി.എഫ് ഉയർത്തിയിരിക്കുന്ന ആരോപണം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിൽ ബംഗളൂരുവിലെ കോറമംഗലയിലുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ വിവരങ്ങളെല്ലാം തന്നെ മറച്ചുവെച്ചു. അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. യു.ഡി.എഫ് ആകട്ടെ ബംഗളൂരുവിലെ വസതിയുടെ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ മാസം 17-ാം തീയതി കരമടച്ചതിന്റെ റെസീറ്റ് അടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കരമടച്ചതിന്റെ റെസീറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ യു.ഡി.എഫ് പറയുന്നത് കെ.എസ്. ശബരീനാഥൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ പരാതിയായി നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണം. കാരണം ഒന്ന്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, നിയമലംഘനമാണ്. സെഷൻ 125A(3) പ്രകാരം ഈ അഫിഡവിറ്റിൽ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചത് ഗുരുതരമായ പിഴവാണെന്നതാണ്. ഏതായാലും ശബരിനാഥ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമായും യു.ഡി.എഫ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉയർത്തുന്നുണ്ട്. ഈ വിഷയം ഈ രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്ന വിഷയം യു.ഡി.എഫ് പുറത്തുവിട്ട ശേഷവും എന്തുകൊണ്ട് എൽ.ഡി.എഫ് ഈ വിഷയം ഉന്നയിക്കുന്നില്ല എന്നതാണ്. എൽ.ഡി.എഫ് ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ലേ? ഇല്ല, നമ്മൾ ഈ വിഷയം രേഖാമൂലം ഇന്നലെ വന്നൊരു വിഷയമാണ്. INC കേരള അതൊരു ട്വിറ്റർ പേജാണ് അത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തി ഒരു ഫുൾ 4 അനക്ഷറുമായി 500 പേജിൻ്റെ ഒരു പരാതിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരിക്ക് യു.ഡി.എഫ് നൽകിയത്. പക്ഷെ ഒരു തുണ്ട് കടലാസിൽ പോലും ഈ പരാതി കൊടുക്കാൻ എൽ.ഡി.എഫിന് കഴിഞ്ഞില്ല. വളരെ ക്ലിയറാണ്. ഇവിടെ A-ടീമാരാണ് B-ടീമാരാണെന്ന് അറിയേണ്ടതാണ്. CJP ഡീല് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ആൾക്കാരും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള CJP ഡീല് കേരളത്തിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വാക്ക് LDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടോ? LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന ആളുകൾ, ഞാൻ പറയട്ടെ, ഞാൻ സ്ഥാനാർത്ഥിയാണ്, ആളുകൾ കാണേണ്ട സമയമാണ്. ഞാൻ രാവിലെ 6 മണി മുതൽ വീട് കയറുകയാണ്. എൻ്റെ വിലപ്പെട്ട ഒരു 3 മണിക്കൂർ പോകുന്നത്. പക്ഷെ അത് പോയാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഒരു ധാർമ്മികത വിഷയമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു 200 കോടി രൂപയുടെ ഒരു വസ്തു കാണിക്കാതെ ഒരാളുടെ നോമിനേഷൻ അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ എന്തും ഈ നാട്ടിൽ കാണിക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ പ്രോപ്പർട്ടിയിലാണ് അദ്ദേഹത്തിന്റെ വീടെന്നാണ് അദ്ദേഹം 2024 പറഞ്ഞിരിക്കുന്നത്. ആ വീടിന് അദ്ദേഹം 3 ദിവസം മുമ്പ് അദ്ദേഹം 5 ലക്ഷം രൂപ കരം തീർക്കണമെങ്കിൽ ആ വാല്യൂ നോക്കട്ടെ. അത് കുഴപ്പമില്ല, പണക്കാർക്ക് അതിനുള്ള അവകാശമുണ്ട്, ഒരു തെറ്റുമില്ല. ആ പണത്തിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ അത് കാണിച്ചില്ലെങ്കിൽ നാളെ എന്ത് കാണിക്കാമല്ലോ. നാളെ ഞാൻ ദരിദ്രൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ പോയി ഇലക്ഷൻ മത്സരിച്ചാൽ അപ്രൂവ് ചെയ്ത് കിട്ടത്തില്ലേ? BJPയുടെ വക്കീലന്മാർ തന്നെ പറയുന്നത് നിങ്ങളത് ഇലക്ഷൻ കേസ് വയ്ക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഈ നാട്ടിൽ നീതി ന്യായവ്യവസ്ഥ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ LDF നിൽക്കുന്നില്ല നേമത്ത് എന്നുള്ളത് വലിയ വിഷമമുണ്ട്. ഈ വിഷയം ഒരു സ്വത്ത് വിവരം മറച്ചു വയ്ക്കുന്നു. അതും പ്രത്യേകിച്ച് എല്ലാ വിവരങ്ങളും സത്യസന്ധമായി രേഖപ്പെടുത്തേണ്ട ഒരു അഫിഡവിറ്റിൽ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി അല്ലെങ്കിൽ BJPയുടെ വികസിത കേരള മുദ്രാവാക്യമായി പറയുന്നത് UDFും LDFും കള്ളം മാത്രം പറയുന്നു എന്നാണ്. ഇതിൽ മറച്ചു വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ഇല്ല, ഞാൻ കള്ളമൊന്നും പറയുന്നില്ല. ബാംഗ്ലൂർ കോർപ്പറേഷന്റെ അവിടുത്തെ എല്ലാ രേഖകളും ഓൺലൈനാണ്. നമ്മുടെ K-സ്മാർട്ടിൽ കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതോടെ തന്നെ ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്യാം. ആ ഡോക്യുമെന്റിന്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾ 408 നമ്പർ പ്രോപ്പർട്ടിയുടെ ആ ഡീറ്റെയിൽസ് വെച്ച് കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും സുതാര്യമായിട്ടുള്ള, അതേ IT ടെക്നോളജിൻ്റെ ആളല്ലേ, ഡിജിറ്റൽ ഗവേണൻസിൻ്റെയൊക്കെ കൊണ്ടുവന്ന മന്ത്രി തന്നെ എന്ന് അവകാശപ്പെടുന്നതാൽ ആ ഡിജിറ്റൽ ഗവേണൻസ് ഉപയോഗിച്ച് ഞാനൊരു ഡോക്യുമെൻ്റ് കൊടുത്തപ്പോൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വസ്തു അടക്കമുള്ള വിഷയത്തിൽ ഒരു പബ്ലിക് ഡിബേറ്റിന്. എൻ്റെ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി. നേമത്തെ മറ്റൊരു UDF സ്ഥാനാർത്ഥിയാണ് ശബരീനാഥൻ. അദ്ദേഹം ഈ പത്രിക തള്ളണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി പത്രികയിൽ എന്തു തീരുമാനമാകുമെന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കാം. ഇന്ന് തന്നെ അതിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും വരും മണിക്കൂറുകളിൽ തന്നെ. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.